ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോട്ടയം സ്റ്റൈലിൽ ഒരു കിളിമീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല മുളകിൽ പറ്റിച്ച് വെച്ചൊരു കിളിമീൻ കറിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിവിടെ 1/2 കിലോ കിളിമീനാണ് എടുത്തിരിക്കുന്നത്. മീനൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. നമ്മളുടെ മീനൊക്കെ നമ്മൾ നല്ല ക്ലീൻ ചെയ്ത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ച് അതിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ കിടന്ന് കഴിയുമ്പോൾ നമ്മളുടെ മീൻ ഒട്ടും പൊടിഞ്ഞൊന്നും പോകത്തില്ല. അതുപോലെ തന്നെ ഇങ്ങനെ വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മീൻ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി ഇത് നമ്മൾ ആവശ്യത്തിന് വലുപ്പത്തിന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ മീൻകറിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 15 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 10 അല്ലി ചെറിയുള്ളി, ഒരു 3-4 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇതൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുടംപൊടി, പുളിക്ക് ആവശ്യമായത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു 2-3 നുള്ള് ഉലുവാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. വറുത്ത് പൊടിച്ച് വെച്ച ഉലുവാപ്പൊടിയാണ്. പിന്നെ നമ്മളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത പൊടിയാണിത്. പിന്നെ മഞ്ഞൾപ്പൊടി, നമ്മളിതിൽ മല്ലിപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമ്മളുടെ കോട്ടയം സ്റ്റൈൽ മീൻകറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങിയൊക്കെ വന്നതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഒരുപാട് എണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എണ്ണ ചേർത്തിട്ടാണ് മിക്കവരും കറി ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ കുറച്ച് എണ്ണയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളിത് എണ്ണ ചൂടായി വന്നപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ നന്നായി പൊട്ടി വന്നപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇത്തിരി കൂടുതൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ഇവ ഇട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം മൂത്ത് വരുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി കളറൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ കറി നമുക്ക് ഒരാഴ്ച വേണേലും ഉപയോഗിക്കാം. നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി പുറത്ത് തന്നെ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഓരോ ദിവസം ചൂടാക്കും തോറും നല്ല ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ കേരമീനൊക്കെ ഇതുപോലെ കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെയാണ് മിക്കവരും കല്യാണ വീട്ടിലൊക്കെ മീൻ കറി തയ്യാറാക്കുന്നത്. ഇതാണ് കോട്ടയംകാരുടെ സ്റ്റൈൽ മീൻ കറി. അപ്പോൾ നമ്മളുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം മൂത്ത് വന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണയൊക്കെ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ച് എണ്ണയെ ചേർത്ത് കൊടുക്കാറുള്ളൂ. അതുമല്ല വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില. അപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു മണം വരും കേട്ടോ. അതുവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ പുളിവെള്ളത്തിൽ ഇട്ട പുളിയും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയൊക്കെ നന്നായിട്ട് നമ്മൾ കഴുകിയതിന് ശേഷമാണ് വെള്ളം ഒഴിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അതിന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്കവരും നമ്മൾ ഈ ചാറിന് ആവശ്യമായ വെള്ളം വെച്ചതിന് ശേഷമാണ് പുളി ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീനിടുമ്പോൾ മീനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് നമ്മൾ മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ മൂടിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു കുഞ്ഞു മോൻ അടുത്തുണ്ട് കേട്ടോ. അവൻ ഏത് സമയത്താണ് ബഹളം വെക്കുന്നതെന്ന് അറിയത്തില്ല. അതാണ് ഞാൻ ഇത്തിരി സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ മീനൊക്കെ ഓരോന്നായിട്ട് നമ്മൾ പിറക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഏത് മീൻ ഉപയോഗിച്ച് നമുക്ക് ഈ കറി ഉണ്ടാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ തയ്യാറാക്കാത്തവർ ഒരു വട്ടമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. കിളിമീനാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ചാറിലേക്ക് ഒന്ന് താത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മീൻ കറി നന്നായിട്ട് പറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ മീനൊക്കെ നമ്മൾ താത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പം നമ്മളുടെ മീനൊക്കെ മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മീനൊക്കെ ഒന്ന് പറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കുന്നുണ്ട്. കിളിമീനൊക്കെ ആയതുകൊണ്ട് വേഗം തന്നെ വേഗം 10 മിനിറ്റ് നമ്മളുടെ മീനൊക്കെ. അപ്പോൾ നമ്മുടെ മീനൊന്നും ഒട്ടും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. നല്ല കുറുകിയ ചാറോടുകൂടി നമ്മുടെ മീൻ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പൂണൊക്കെ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ചേ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ സ്പൂണൊക്കെ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകും നമ്മളുടെ മീൻ. കിളിമീനൊക്കെ ആയിട്ട് പ്രത്യേകം നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് വേണം നമ്മൾ മീനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകിയൊക്കെ വരുന്നുണ്ട്. ഇനി ഇരിക്കും തോറും ഇതൊന്ന് കുറുകി വരും. ചൂടാറുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കുറുകിയിരിക്കും കേട്ടോ.
അതിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ നമുക്ക് ഒത്തിരി ദിവസം ഈ കറി കൂട്ടാൻ പറ്റും. കാരണം മല്ലിപ്പൊടി ഒന്നും ഇടാത്തതുകൊണ്ട് അത് വേഗം ചീത്തയായി പോകത്തില്ല. അപ്പോൾ നമുക്കിത് തിളപ്പിച്ച് നമുക്ക് പുറത്ത് തന്നെ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു തക്കാളിച്ചാറും കൂടെ വെക്കുന്നുണ്ട്. നമ്മളിതിനകത്ത് നമ്മളൊന്ന് ചട്ടിന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു തക്കാളിച്ചാറും കൂടെ വെക്കുന്നുണ്ട്. മുളക് കറി ആയതുകൊണ്ടാണ് തക്കാളിച്ചാറ് വെക്കുന്നത്. അപ്പോൾ തക്കാളിച്ചാറിൻ്റെ റെസിപ്പി ഞാനൊന്ന് വേഗം ഒന്ന് കാണിച്ചു തരാം, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ തക്കാളി, പച്ചമുളക്, അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി, ഇത്തിരി സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. മിക്കവർക്കും ഈ റെസിപ്പി അറിയാമായിരിക്കും, എന്നാലും ഞാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ ഉണ്ടാക്കിയ സമയത്ത്. അത് നമ്മളുടെ കറിയൊക്കെ അവിടെ ഇരുന്നിട്ട് നമ്മൾ ഓഫൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്ന സമയത്ത് നമ്മൾ തേങ്ങ ഒരു നുള്ള് പെരിഞ്ചീരകം, 1 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു വെളുത്തുള്ളി, പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് നമ്മളുടെ ഈ തക്കാളിയൊക്കെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒരിക്കലും സ്റ്റീൽ സ്പൂൺ ഉപയോഗിക്കരുത് കേട്ടോ. ഞാൻ പിന്നെ അതിൽ കൊള്ളാതെയാണ് അത് ഉപയോഗിച്ചത് കേട്ടോ. അപ്പം നമ്മൾ വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് അത് ചൂടാകാൻ മാത്രമേ പാടുള്ളൂ. അത് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കറി ചാറും വെള്ളവും രണ്ടായിട്ട് കിടക്കും. അപ്പോൾ നമ്മളുടെ ഈ തക്കാളിയുടെ ഇതൊന്നും ചൂടായി വന്നാൽ മാത്രം മതി കേട്ടോ. ചൂടായൊക്കെ വന്നതിന് ശേഷം നമ്മളിതിനകത്തേക്ക് കുറച്ച് കടുകും ഉലുവയും അതുപോലെ തന്നെ ഉണക്കമുളകും, ചെറിയുള്ളിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടേണ്ടത്. ഞാനിതിൽ ഇത്തിരി സവോളയാണ് അരിഞ്ഞ് മൂപ്പിച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കറിവേപ്പില തീർന്നു പോയതുകൊണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തില്ലായിരുന്നു. എന്നിട്ട് ഇവയെല്ലാം മൂപ്പിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഒരു മുളക് കറിയും അതുപോലെ തന്നെ ഇങ്ങനെ തക്കാളിച്ചാറും കൂടെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഒരു മോരുകറിയാണ് ഇതിൻ്റെ കൂടെ കൂട്ടുന്നത്. പക്ഷേ മോരുകറിയേക്കാളും ടേസ്റ്റ് ഇതുപോലെ തക്കാളിച്ചാറും കൂടെ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും. ഇവിടെ അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹൈപ്പിൻ്റെ ഓപ്ഷൻ കണ്ട ഒന്ന് ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കരുതേ. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.